വെൽക്കം ബാക്ക്. 7 days കൊണ്ട് ജസ്റ്റ് 7 days കൊണ്ട് നമ്മുടെ സ്കിൻ എങ്ങനെയാണെന്ന് ഗ്ലോ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 7 days ഫേസ് ഗ്ലോ ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് അധികം ചെലവൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഈ 7 days ഫേസ് ഗ്ലോ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ ആയിട്ടും 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് പുറമേയും ഒന്ന് ബോഡിക്ക് അകത്തും, അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമേ ബോഡിയുടെ പുറത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം നോക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യണം. അത് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും ഫേസിൽ അധികം ഡേർട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ചെറുതായിട്ടൊന്ന് ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ മതിയാവും. ഞാൻ ഉപയോഗിക്കുന്നത് ഈ 2 ഫേസ് വാഷ് ആണ്. ഹിമാലയയുടെ അലോവേര പ്ലസ് കുക്കുംബർ. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 1.5 വർഷമൊക്കെ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ആണ്. പിന്നെ ഇത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. ഇത് ഡെർമാടച്ചിന്റെ ബൈ ബൈ പിഗ്മെന്റേഷൻസ് ആയിട്ടുള്ള. ഓക്കെ, അപ്പം ഇത് രണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യുക. രാവിലെ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം ഫേസിൽ ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. ഐസ് ക്യൂബ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, പലതും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാവിലെ ഐസ് ക്യൂബ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ്. നമ്മുടെ ഫേസിന്റെ പഫ്നെസ് കുറയും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പോർസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പിഗ്മെന്റേഷൻസ് കുറയ്ക്കും. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സ്കിൻ ഗ്ലോ ആണല്ലോ അല്ലെ. സ്കിൻ ഗ്ലോ ചെയ്യാനായിട്ട് ഐസ് ക്യൂബ്സ് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അടിപൊളിയാണ് കേട്ടോ ഈ ഐസ് ക്യൂബ്സ്. നമ്മൾ ഓർക്കും, രാവിലെ മടിയാണല്ലോ, രാവിലെ തണുപ്പല്ലേ, എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നൊക്കെ. പക്ഷേ സോറി ഗൈസ്, നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് സ്കിന്ന് ഗ്ലോ ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഒന്ന് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഐസ് ക്യൂബ്സ് വെച്ച് ചെറിയൊരു മസാജ് കൊടുത്തേ പറ്റൂ. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട. ഒരുപാട് നേരം വെക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തേ ഇല്ല. ഒരു 10 minutes കൂടി പോയാൽ ഒരു 10 minutes വരെയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഐസ് റോളേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ആണെങ്കിലും യൂസ് ചെയ്യാവേ. ഇത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നിങ്ങളുടെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ പണി കിട്ടും, നല്ലപോലെ പണി കിട്ടും. കാരണം നമ്മുടെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആണെങ്കിൽ ഈ ഡയറക്ട്ലി ഐസ് ക്യൂബ്സ് ഫേസിൽ വെക്കുന്നത് സ്കിന്നിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ ഒരു ക്ലോത്തിൽ ജസ്റ്റ് ഐസ് ക്യൂബ് ഒന്ന് കവർ ചെയ്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഒരുപാട് നേരം ഒന്നും വേണ്ട. നിങ്ങൾ ഒരുപാട് നേരം ഫോണൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ കണ്ണൊക്കെ നല്ല പോലെ പിടിച്ചു പോകാറായിട്ടുണ്ടാവും. ഇതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചു കൊടുക്കുന്നത് എന്റെ കണ്ണ് പുതുതായിട്ടൊരു ജീവൻ കിട്ടി തോന്നുന്നു. എന്റെ കണ്ണിന് തണുപ്പൊന്നും കുഴപ്പമില്ല. ഇച്ചിരി തണുത്താൻ എന്താ കുഴപ്പം? മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് ഫേസിൽ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യം ഇങ്ങനെ ഫേസിൽ വെക്കുമ്പോൾ അയ്യോ എന്ത് തണുപ്പാണോ നോക്കും. പക്ഷേ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഫോണ് സൈലന്റ് ആക്കിയില്ലായിരുന്നോ? ടക്കാന്ന് ഒരു മിനിറ്റ്. നിങ്ങളൊരു 7 days മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആദ്യമേ ഇങ്ങനെ ഫേസിൽ രാവിലെ എഴുതിയിട്ടിട്ട് ഇങ്ങനെ ഐസ് ക്യൂബ്സ് വെക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു മടിയായിരിക്കും. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട്, ഈ പറയുന്ന എനിക്കും ഉണ്ട് മടി. പക്ഷേ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഇങ്ങനെ ഐസ് ക്യൂബ്സ് വെക്കുന്നതിൽ കിട്ടുന്നുണ്ട്.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും ഇത്. അതായത് ആ പുറത്തെയുള്ള ടെക്സ്ചറിനെയൊക്കെ നല്ലൊരു സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസിൽ നിന്നൊക്കെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഏരിയയിലേക്കും ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിലേക്ക് കുറച്ചും കൂടെ ഇറങ്ങും. സോ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് സൺസ്ക്രീൻ ആണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ലാത്ത ഒന്നാണ് സൺസ്ക്രീൻ. ഇത് സൺബേൺ ആകുന്നത് കുറയ്ക്കും, അതുപോലെ തന്നെ ഫേസിൽ ടാൻ ആകുന്നത് കുറയ്ക്കും. നമ്മുടെ ഫേസിൽ ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. സോ സൺസ്ക്രീൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഫേസിൽ മാത്രമല്ല നെക്കിലും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫെക്റ്റ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ മുഖത്ത് ആവി കൊള്ളിക്കുക എന്നത്. ഞാൻ ഇതുപോലെ 1-2 ഗ്രാമ്പു ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലാണ് ആവി പിടിക്കുന്നത്. നമുക്കറിയാം മിഗ്രാമ്പു സ്കിന്നിനെ ബ്രൈറ്റൺ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ലൈറ്റൺ ആവാനായിട്ടും ഇത് സഹായിക്കും. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ നമ്മൾ ആവി പിടിക്കണ്ട കേട്ടോ. നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. ഒരു 10 മിനിറ്റ്, അങ്ങേയറ്റം 10 മിനിറ്റ് പിടിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ആവി പിടിക്കുമ്പോൾ നമ്മുടെ ഫേസിലെ ആ ഒരു പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവുകയും ചെയ്യും. നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. പിന്നെ നമ്മൾ ഈ സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇങ്ങനെ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. അതാകുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യുന്ന സ്കിൻ കെയർ ഒക്കെ നല്ലപോലെ നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹലോ, നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് സ്ക്രബ് ചെയ്യുകയാണ്. സ്ക്രബ് ചെയ്യുക നിങ്ങൾക്ക് വീക്ക്ലി 2 തവണ ചെയ്യാവുക. ഏത് ദിവസം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വീക്ക്ലി 2 തവണ നമുക്ക് സ്ക്രബ് ചെയ്യാം. ഞാൻ ഇതോടെ ചെയ്യാൻ പോകുന്നത് ഒരു കോഫി സ്ക്രബാണ്. കോഫി പറ്റിയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഫേസിന് ഗ്ലോ കിട്ടാനായിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് ടാൻ മാറ്റാനായിട്ടും എല്ലാം പറ്റുന്ന ഒരു അടിപൊളി സ്ക്രബാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സ്ക്രബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കോഫി പൗഡറാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർക്കുന്നത് നിങ്ങളുടെ സ്ക്രബ് എന്തോരമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അളവിലാണ് എടുക്കേണ്ടത്. നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് വെറ്റ് അടിക്കുന്ന ഫേസിൽ വേണം ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് അല്ലെങ്കിൽ നനച്ചതിന് ശേഷം മാത്രമേ സ്ക്രബ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫേസിൽ ഒരിക്കലും നിങ്ങൾ സ്ക്രബ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മുടെ സ്ക്രബ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ തേച്ച് കൊടുക്കാവേ. ഒരുപാട് നല്ല സ്ക്രബുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രബ് ചെയ്യാം. സ്ക്രബിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ക്രബ് നമ്മൾ ചെയ്യുന്ന കോഫി ആൻഡ് ഓയിൽ വെച്ചിട്ടുള്ള സ്ക്രബാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ക്രബ് അടിപൊളിയായിട്ടുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും സ്ക്രബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിന് നമുക്ക് സ്ക്രബ് ചെയ്യാം. നോസിന്റെ ഏരിയയിൽ ഒക്കെയാണ് നമുക്ക് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സ്ക്രബ് നല്ലതാണ്. ഒരുപാട് ഹാർഷായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കുറച്ച് ജെന്റിലായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഫേസ് ആണ്. മാക്സിമം ഒരു 10 മിനിറ്റ്സ്, അതിൽ കൂടുതൽ സ്ക്രബ് ചെയ്യണ്ട. ഏകദേശം ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലേതൊക്കെ തന്നെ നമുക്കിങ്ങനെ ഉരുണ്ട് വരും. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഫേസിൽ ഇങ്ങനെ ഉരുണ്ട് വരും കേട്ടോ. നിങ്ങളുടെ ഫേസിലേത് ഫുൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഉരുണ്ട് പോവേ. അതുവരെ നിങ്ങൾ ചെയ്യുക.
ഈ ടൈമിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ, നിങ്ങളുടെ ഫേസിൽ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തതിലൂടെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫേസിൽ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ആവുന്നതും എല്ലാം നമുക്ക് കാണാം. അടുത്ത നമുക്കൊരു ഫേസ് പാക്കാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ജ്യൂസാണ്, ഉരുളക്കിഴങ്ങ് നീര്, അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ടത് ബീട്രൂട്ടിൻ്റെ നീര്, പിന്നെ തക്കാളി ജ്യൂസ്. ഇത്ര നമ്മൾ മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് അരിപ്പൊടി, നല്ലതായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവേ, അത് യൂസ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നാരങ്ങ നീര് ചേർത്ത് നല്ലപോലെ ഇളക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്, റോസ് വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഫേസിലും നെക്കിലും നിങ്ങൾക്കിത് കയ്യിലും കാലിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഒരു ബ്ലീച്ചിൻ്റെ എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു കിടിലൻ പാക്കാണ് കേട്ടോ ഇത്. നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് ഗ്ലോ ആക്കുകയും ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൺ ആവാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി പാക്കാണിത്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. ഇതിൻ്റെ പൗഡേഴ്സ്, അതായത് പൊട്ടറ്റോയുടെ പൗഡറും ബീട്രൂട്ട് പൗഡറും അങ്ങനെയുള്ള പൊടികളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ. എൻ്റെ അങ്ങനത്തെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതെല്ലാം അല്ലാത്ത ജ്യൂസായിട്ട് തന്നെ എടുത്തേക്കുന്നത്. അപ്പം ഇതൊരു അടിപൊളി പാക്കാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 തവണ യൂസ് ചെയ്യാം കേട്ടോ. പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വെള്ളം കുടിക്കാൻ മറക്കണ്ട. ഫുൾ ഡേ നിങ്ങൾ ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായിട്ടും കുടിക്കുക. അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ടാണെങ്കിലും ചെയ്യുക. ഇനി നമ്മൾ ഫേസിൽ പാക്കൊക്കെ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ ഫേസ് നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട്. ആ ഒരു ടാനിങ്ങും കാര്യങ്ങളും എല്ലാം മാറ്റാനായിട്ട് ഒരു അടിപൊളിയാണ്. നമ്മൾ പാക്ക് ഇട്ടതിന് ശേഷം നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കും. അതായത് നമ്മൾ പാക്കെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയി പോകും. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ നല്ലപോലെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീൻ എല്ലാം തേച്ച് അടിപൊളിയാക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഫേസ് ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് പുറമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി പറയാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. ടിപ്പ് നമ്പർ 1, നമ്മുടെ സ്കിൻ നാച്ചുറലി ഗ്ലോ ആവാനായിട്ടും ഫുൾ ബോഡി ബ്രൈറ്റൻ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉണക്കമുന്തിരി. സോ നിങ്ങൾക്ക് തലേ ദിവസം രാത്രിയിൽ ഒരു പിടി ഉണക്കമുന്തിരി, കൂട്ടത്തിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അതും ഇതുപോലെ നമ്മൾ തലേ രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കുക. നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ഉണക്കമുന്തിരി ആ ഇട്ട് വെച്ച വെള്ളത്തിൽ തന്നെ ഒന്ന് ലയിപ്പിച്ച് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 2, രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിനെ നല്ലതുപോലെ ക്ലിയർ ആക്കും. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടിപ്പ്, അവോയ്ഡ് ഷുഗർ ആൻഡ് ഓയിൽ ഫുഡ്. ഇത് നിങ്ങൾ ഒഴിവാക്കാതെ എത്ര വലിയ സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്താലും എത്ര വിലയുള്ള ക്രീംസ് വാങ്ങിച്ച് യൂസ് ചെയ്താലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം നമുക്ക് സ്കിന്നിൽ പിഗ്മെന്റേഷൻ വരാനും പിമ്പിൾസ് വരാനൊക്കെ ഒരു നല്ല ശതമാനം കാരണം ഈ അമിതമായിട്ടുള്ള നമ്മൾ ഷുഗർ കഴിക്കുന്നതും ഓയിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും തന്നെയാണ്. ഓയിലി ഫുഡിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടേ. എണ്ണ പലഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ നിങ്ങൾ വരുന്ന ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം. അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ലപോലെ പിമ്പിൾസ് വരും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഷുഗറിനോട് അത്രയും ക്രേവിംഗ് ആണോ, ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ അതിന് പകരം എന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നുന്ന ടൈമിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, ഡേറ്റ്സ് കഴിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഷുഗറും ഓയിലി ഫുഡും നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഡ്രിങ്ക് വാട്ടർ ആൻഡ് കീപ് ഹൈഡ്രേറ്റഡ്. ഇതെല്ലാവരും പറഞ്ഞു തരുന്ന ടിപ്പാണ്. ഇതൊക്കെ നമ്മൾ എത്ര പേര് പാലിക്കും? ഈ കോഴിയെ കൊണ്ട് ഒരു ശരിയാണല്ലോ. ഇത് നിങ്ങൾ എത്ര പേര് ഫോളോ ചെയ്യും എന്നെനിക്കറിയില്ല. നല്ല പോലെ വെള്ളം കുടിക്കുക. പ്ലീസ് അവോയ്ഡ് ദിസ് മിസ്. അപ്പൊ ഇതൊക്കെ നിങ്ങളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ 7 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ നല്ല പോലുള്ള ഡിഫറൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫേസ് നല്ല പോലെ ഗ്ലോ ആകും. ഇതൊരു 7 ഡേയ്സ് കൊണ്ട് മാത്രം ചെയ്ത് നിർത്താൻ നിങ്ങൾ നോക്കരുത്. മുൻപോട്ടേക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുന്നതായിരിക്കും. ഇനിയും നമ്മുടെ സ്കിന്നിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ 7 ഡേയ്സ് സ്കിൻ ഗ്ലോ ചാലഞ്ചില് നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.